നമ്മുടെ ഷുഗർ ഗ്ലൈഡറിന്റെ കൂടിന്റെ പണി കഴിഞ്ഞിട്ടുണ്ട്. എവിടെ അയച്ചുകൊണ്ടേ ഒരാൾ ഇറങ്ങി കേട്ടോ. വേണ്ട, നമ്മുടെ വീട്ടിൽ ഇന്ന് ദുഷ്ടം പുള്ളം വന്നെന്ന് പറഞ്ഞേ. ദേ നമ്മുടെ ഷുഗർ ഗ്ലൈഡറിന്റെ കൂടിന്റെ പണി കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇവന്മാരെ ജസ്റ്റ് ആ കൂട്ടിലേക്ക് ഇടാൻ വേണ്ടി പോവാണ് കേട്ടോ. ഈ രണ്ടവന്മാരെ നമ്മളിപ്പോൾ ആ വലിയ കൂട്ടിൽ നിന്ന് പിടിച്ചതാണ്. അപ്പോൾ പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ നമുക്ക് കയ്യിലെടുത്ത് പോകാൻ പറ്റില്ല. കാരണം ഇവന്മാർ ഇറങ്ങി ഓടി കഴിഞ്ഞാൽ ഭയങ്കര ഓട്ടമാണ്. ഏകദേശം 3 ദിവസം കൊണ്ടാണ് നമ്മളതിൻ്റെ പണി കഴിഞ്ഞിരിക്കുന്നത്. ഞാൻ കൂട് കാണിച്ചു തരാം ബാപ്പേ. അതിന് മുമ്പുണ്ടല്ലോ ഇവിടെ 2 പേര് ഈ കൂടുണ്ടാക്കിയപ്പോൾ തൊട്ട് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ കയറി നടക്കുന്ന ആൾക്കാരാരെന്നറിയാം. ഞാൻ കാണിച്ചു തരാം. ഇങ്ങോട്ട് നോക്കി, ഇത് ആരാടാ ഇത്? ഇതെന്നാ ഇത്? എന്നാ കുഞ്ഞു പറയാം? അതിനകത്ത് ഇടാൻ, അതാണ് പറയുന്നത് കേട്ടോ. ഞങ്ങൾ അതിനകത്ത് ഇടാൻ വേണ്ടി പോവാണ് ഇതിനെ. അണ്ണാറനോ? അണ്ണാറൻ. അപ്പോൾ ഉണ്ടല്ലോ നമ്മൾ കൂട് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഞാൻ ഈ ഒരു കൂടിൻ്റെ സെറ്റപ്പ് കാണിച്ചു തരാം കേട്ടോ. അതായത് നമ്മൾ ഈ ഒരു കൂട് ചെയ്തിരിക്കുന്നതല്ല ഇത് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഹൈറ്റിൽ പോളികാർബൺ ഷീറ്റും അതിന് മേളിലേക്ക് നെറ്റുമാണ്. ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ഒരു കൂട് എങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കിയെന്ന് കാണിച്ചു തരാം. അതിന് ശേഷം വേണം നമുക്ക് ഇവരെ ഇതിനകത്തേക്ക് തുറന്നു വിടാനായിട്ട്. അപ്പോൾ ഫസ്റ്റ് കൂടിൻ്റെ പണി ഇതേണ്ട അങ്ങനെയുണ്ടല്ലോ. റോയ് ചേട്ടൻ വന്നിട്ടുണ്ട്. അതായത് നമ്മുടെ ഈ കിളിക്കൂട് മൊത്തം പണിത് ചേട്ടനാണ് കേട്ടോ. അപ്പോൾ ചേട്ടൻ തന്നെയാണ് നമ്മുടെ ഈ ഷുഗർ ഗ്ലൈഡറിൻ്റെ ഈ ഒരു ഏവിയറി പണിയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇവിടെ ബേസ്മെൻറ്റ് ചേട്ടൻ പറഞ്ഞ രീതിയിൽ ഉണ്ടാക്കി ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ സാധനങ്ങളൊക്കെ ചേട്ടൻ പറഞ്ഞ രീതിയിൽ നമ്മൾ എടുത്തും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് പണി തുടങ്ങുമല്ലേ ചേട്ടാ? ഇന്ന് പണി സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഏകദേശം എത്ര ദിവസം നമ്മൾ എടുക്കുമായിരിക്കും? 3 ദിവസം. ഒരു 3 ദിവസം അല്ലേ? ഒരു 3 ദിവസം കൂടെ നമ്മളിത് ഫിനിഷ് ചെയ്യും. അപ്പോൾ ചേട്ടന് ജസ്റ്റ് പറയും നമ്മളിപ്പോൾ എങ്ങനെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതാണ്. നമ്മളിത് 8 അടി നീളമുണ്ട്, ഹൈറ്റ് 6 അടി വരും, 6 അടി, വീതി ഒരു 7 അടിയോളം വരും. അതിന്റെ മേലിൽ സാധാ ഷീറ്റിന് സെൻട്രലിൽ വെട്ടം കയറുന്ന ഷീറ്റാണ് വരുന്നത്. നമ്മൾ ക്ലിയർ ഷീറ്റ് ആയിരുന്നു. അതുപോലെ തന്നെ സൈഡിൽ കൂടെ നമ്മൾ ഇത് വേറൊന്ന് കെയർ അയക്കാൻ വേണ്ടിയിട്ട് പോളികാർബൺ ഷീറ്റിന്റെ പ്ലെയിൻ ഷീറ്റ് വെക്കും. അതിന് മേലിലേക്ക് മെഷ് വരുന്ന അരക്കര മെഷ് 2 അടി ഹൈറ്റിൽ മെഷും വരും. അതിന്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ, ഇതിപ്പം നമ്മുടെ ഈ കൂടാകുമ്പോഴേക്കും അത്രയും വലിയ കുഴപ്പമില്ല. പക്ഷേ ഈ ഷുഗർ ഗ്ലൈഡർ എന്ന് പറഞ്ഞാൽ കുഞ്ഞു സാധനം ഉണ്ടാകുമ്പോഴേക്കും ഭയങ്കര ചെറുതാണ്. അപ്പോൾ അവന്മാർ സൈഡിൽ കൂടി ഇറങ്ങിപ്പോരൊക്കെയാണ് നമ്മൾ അരക്കരനിട്ട് ഉപയോഗിക്കുന്നത്. അതുകൂടാതെ ഈ സൈഡിൽ പോളികാർബൺ ഷീറ്റ് കൊടുക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പൂച്ച പാമ്പൊന്നും കയറാതിരിക്കേണ്ടതാണ്. പാമ്പിനൊന്നും അതിൽ കൂടെ കയറാൻ വേണ്ടി പാടായിരിക്കും. അപ്പോൾ എന്താണേലും പണി തുടങ്ങാൻ വേണ്ടി പോവാണ്. പണി സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? അതായത് നമ്മൾ സാധനമൊക്കെ ഇവിടെ ഫുൾ ഇറക്കി വെച്ചേക്കുവാണ്. അപ്പോൾ ഇത് കണ്ടല്ലോ, ചേട്ടന്മാരെന്താണെങ്കിലും ബാക്കി അവരുടെ വെൽഡിങ്ങിൻ്റെ സാധനങ്ങളൊക്കെ കണക്ട് ചെയ്യുവാണ്. ഈ ഒരു മേക്കിംഗ് വീഡിയോ ഫുള്ളായിട്ട് കാണുവാണെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഐഡിയ കിട്ടും നമ്മൾ എങ്ങനെയാണിത് ചെയ്യുന്നതെന്ന്. നമ്മൾ ഓൾറെഡി ബേസ്മെൻറ്റ് ഉണ്ടാക്കി ഇട്ടിട്ടുണ്ട്. അതിൻ്റെ മെഷർമെൻറ്റിൽ ചേട്ടന്മാർ ഫ്രണ്ടിലേക്ക് വേണ്ട ഫ്രെയിമാണ് ആദ്യം ഉണ്ടാക്കുന്നത്. ഫ്രെയിം ജസ്റ്റ് മെഷർ ചെയ്തതിന് ശേഷം അത് സ്പോട്ട് ചെയ്ത് കറക്റ്റാണെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷമാണ് അവരിത് ഫുള്ളായിട്ട് വെൽഡ് ചെയ്യുന്നത്. നമ്മൾ അരക്കര നെറ്റാണ് നമ്മളിതിനകത്ത് ഉപയോഗിക്കുന്നത്. അതുകൂടാതെ 3/4 ഇഞ്ച് പൈപ്പും 1 ഇഞ്ച് പൈപ്പുമാണ് നമ്മുടെ ഈ ഒരു ഫ്രെയിം ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ കറക്റ്റ് മെഷർമെൻറ്റ് എടുത്തതിന് ശേഷമാണ് ഇവരിത് വെൽഡ് ചെയ്ത് കറക്റ്റായിട്ട് സ്പോട്ട് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ട് അതിന് ശേഷമാണ് നമ്മളിതിൽ നെറ്റ് കൊടുക്കുന്നത്. നമ്മൾ മേളിലത്തെ 2 അടിയാണ് നമ്മൾ അരക്കരയുടെ നെറ്റ് കൊടുക്കുന്നത് കേട്ടോ. അരക്കര നെറ്റാണ് നമ്മൾ അണ്ണാൻ യൂസ് ചെയ്യുന്നത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കുഞ്ഞുങ്ങളായിരിക്കുമ്പോഴേക്കും വളരെ ചെറുതായിരിക്കും. ഇവർ കൂട്ടിൽ നിന്ന് പുറത്തിറങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഏറ്റവും ചെറിയ നെറ്റ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ പ്രോപ്പറായിട്ട് അത് വെൽഡ് ചെയ്ത് ഒരു ഗ്യാപ്പ് പോലും ഇല്ലാതെ വേണം ചെയ്യാനായിട്ട്. കാരണം ഒരു ചെറിയ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ പോലും ഇവർ ഇറങ്ങിപ്പോകാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. അതിനുശേഷം താഴേക്ക് വരുന്ന 4 അടി നമ്മൾ ക്ലിയർ ഷീറ്റാണ് കൊടുക്കുന്നത്, അക്രിലിക് ഷീറ്റ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാമ്പ്, പൂച്ച പോലെയുള്ള ജീവികൾ അകത്തേക്ക് കയറാതിരിക്കാനായിട്ടും അതുകൂടാതെ നമ്മുടെ ഈ ഒരു അണ്ണാൻ താഴത്തെ ഭാഗത്ത് ഒരിക്കലും നെറ്റിൽ വന്നിരുന്നു കഴിഞ്ഞാൽ പുറത്തുനിന്ന് ജീവികൾ പിടിക്കാനുള്ള ചാൻസ് ഉള്ളത് കൊണ്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. അതുകൂടാതെ ഈ ഒരു മൊത്തം വീഡിയോയ്ക്ക് അത് നിങ്ങൾക്ക് കാണുമ്പോഴേക്ക് മനസ്സിലാവും ഇവരത് കറക്റ്റ് മെഷർമെൻറ്റിൽ നമുക്ക് ആ ഒരു ഏരിയയിൽ ഫിറ്റ് ആവുന്ന രീതിയിലാണ് ഉണ്ടാക്കുന്നത്. സെക്കൻഡ് ഡേ. അപ്പോൾ ചേട്ടന്മാരാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ 2-3 സൈഡ് ഉണ്ടാക്കി. അപ്പോൾ ആ സൈഡ് അവർ എടുത്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ് വാട്ടർ ലെവൽ നോക്കിയിട്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് അത് കാണിച്ചു തരാം. ഇവിടെയാണ് നമ്മുടെ ഡോറ് വരുന്നത്. ഇതുണ്ടല്ലോ, ഇതാണ് ഡോറ് വരുന്നത്. അത്യാവശ്യം വലിയൊരു ഡോർ. അതായത് നമുക്ക് അകത്ത് കയറി ഇത് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ഡോറാണ് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം ഈ 4 ഇപ്പോൾ ഇവർ പ്രൈമർ അടിച്ച് പെയിൻറ്റ് ചെയ്തു.
ഈ 4 അടി ഇത് കണ്ടല്ലോ, ഈ 4 അടി ഹൈറ്റിലാണ് നമ്മുടെ ക്ലിയർ ഷീറ്റ് വരുന്നത്. അപ്പോൾ നമുക്ക് പുറത്ത് നോക്കി നന്നായിട്ട് കാണാനായിട്ട് പറ്റും. അതിൻ്റെ മേളിലേക്ക് ഇത് കണ്ടല്ലോ അരക്കര നെറ്റാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം എയർ സർക്കുലേഷനും ഉണ്ടാവും. പിന്നെ ബാക്കി ഇപ്പോൾ അവർ നല്ലതായിട്ട് ചേർത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ബാക്കി ഇടയ്ക്കുള്ള ഫില്ലിങ്ങും കാര്യങ്ങളൊക്കെ അവർ സിമെൻറ്റ് ഇട്ട് ഫില്ല് ചെയ്യും. ഇത് കണ്ടല്ലോ. പിന്നെ ഇതിൻ്റെ റൂഫ് വരുന്നത് ക്ലിയർ ഷീറ്റാണ് വരുന്നത്. അടിപൊളി. അപ്പോൾ ഇപ്പോൾ നോക്കുവാണെങ്കിൽ ചേട്ടന്മാരാണെങ്കിൽ ഫുൾ ഇതുണ്ടല്ലോ നമ്മുടെ ഫ്രെയിം ഇവിടെ എല്ലാം വെൽഡ് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതുണ്ടോ ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമ്മുടെ ഈ ഒരു ഫ്രെയിം നല്ല സ്ട്രോങ് ആയിരിക്കും. ഇത് അനങ്ങോ കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. ഇതുണ്ടോ അടിപൊളിയായിട്ടാണ് അവർ ചെയ്യുന്നത്. ഇത് കണ്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലത്തെ ഒരു ഏവിയറി പണിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് എനിക്കൊന്ന് ഇമെയിൽ അയച്ചാൽ മതി. അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ അയച്ചു തരാവേ. ഇതുണ്ടല്ലോ നല്ല പെർഫെക്റ്റ് പണിയാണ്. ക്ലീൻ ആയിട്ടാണ് പണിയുന്നത്. അങ്ങനെ നമ്മുടെ ഷുഗർ ഗ്ലൈഡറിൻ്റെ കേജിൻ്റെ പണി ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി. സൈഡിലെ ക്ലിയർ ഷീറ്റ് എല്ലാം ചേട്ടന്മാർ അടിച്ചിട്ടുണ്ട്. പുറകിലെ ഗ്യാപ്പ് എല്ലാം ഫില്ല് ചെയ്തിട്ടുണ്ട്. പപ്പയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് എല്ലാം പോയി നോക്കുന്നുണ്ട് ഇതിനകത്ത് എവിടെയെങ്കിലും ഗ്യാപ്പ് ഉണ്ടോ എന്ന്. കാര്യം എവിടെയെങ്കിലും ഒരു ചെറിയ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു അണ്ണാൻ ഉറപ്പായിട്ടും ഇറങ്ങിപ്പോവും. അപ്പോൾ അതുകൊണ്ട് ഗ്യാപ്പൊന്നും ഇല്ലാതെ കറക്റ്റായിട്ട് അടിപൊളിയായിട്ടാണ് ചെയ്യുന്നത്. നമ്മൾ മേളിൽ ആദ്യം വിചാരിച്ചത് നോർമൽ ഷീറ്റ് ഇടാമെന്നാണ്. അതിനുശേഷം നമ്മൾ ആ ഒരു തീരുമാനം മാറ്റി മേളിൽ നമ്മൾ കൊടുക്കുന്നത് ക്ലിയർ ഷീറ്റ് തന്നെയാണ് കേട്ടോ. അതായത് ഫുൾ ടൈം ഒരു ഡേ ലൈറ്റിൻ്റെ വെട്ടം നന്നായിട്ട് കിട്ടുന്ന രീതിയിലാണ് ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് ഇതിനകത്ത് ചെടികളും കാര്യങ്ങളൊക്കെ വെച്ച് നമുക്ക് ഇവർക്ക് വേണ്ട ആവശ്യത്തിനുള്ള തണലും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. പിന്നെ ചൂടാണ് അടുത്ത പ്രശ്നം. പക്ഷേ അതിനുള്ളൊരു സൊല്യൂഷൻ നമ്മുടെ കയ്യിലുണ്ട്. അതെന്താണെന്ന് അറിയണമെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു അപ്ഡേറ്റ് നമ്മളിത് എങ്ങനെയാണ് ഫുള്ളായിട്ട് ബിൽഡ് ചെയ്യുന്നത് നമ്മുടെ ചാനലിൽ പുറകെ വരുന്നതാണ്. കണ്ടല്ലോ. അപ്പൊ കൂടിന്റെ പണി കഴിഞ്ഞിരിക്കുന്നു. ഓൾ സെറ്റ്. ഹലോ, ഇവർ രണ്ടുപേരും ഇപ്പൊ ഫുൾ ടൈം ഇതിനകത്താണ് കേട്ടോ. ഫുൾ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഇതിനകത്ത് കയറാൻ ഭയങ്കര ഇഷ്ടമാണ്. അതിനകത്ത് ഇറങ്ങാൻ പറ്റത്തില്ല. അണ്ണാറക്കലിന് വിടാൻ പോവാ. ഇത് അടച്ചോ, ഇത് അടച്ചോ. തുറന്നോ. അപ്പോൾ ഉണ്ടല്ലോ ഇതിനകത്ത് നമ്മൾ ഇന്ന് ഇവരെ റിലീസ് ചെയ്താലും തിരിച്ചെടുക്കും. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് നമുക്ക് കുറേ പണി ചെയ്യാനുണ്ട്. ഇതൊരു ഭയങ്കര നാച്ചുറൽ ആയിട്ടുള്ള എക്കോസിസ്റ്റം ആക്കി എടുക്കും നമ്മൾ. അതിന് കുറേ പണിയുണ്ട്. അതിൻ്റെ അപ്ഡേറ്റ് ഞാൻ പറയാം. ബാപ്പേ ഫസ്റ്റ് റിലീസ് ചെയ്യാൻ വേണ്ടി പോവാം. നിങ്ങൾ വരുന്നുണ്ടോ കുഞ്ഞു പറയാം? ഇത് കണ്ടല്ലോ, പുറത്തുനിന്ന് കാണുവാണെങ്കിലും ഭയങ്കര നമ്മൾ ഫുള്ള് ക്ലിയർ ഷീറ്റാണ് കൊടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ കിളിക്കൂട് ചെയ്തുകൊണ്ട് ഇതിനകത്ത് ചെടിയും കാര്യങ്ങളും എല്ലാം വെച്ച് ഇതിനെ ഫുള്ള് കവറപ്പ് ചെയ്ത് കറക്റ്റ് നാച്ചുറൽ എക്കോസിസ്റ്റം ആയിട്ട് എടുക്കണം. അപ്പോൾ ഇവരുടെ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഇവരങ്ങനെ ബാക്കി നമ്മുടെ കിളികളെ കൂട്ടി ചെടി നശിപ്പിക്കുകയോ മരം നശിപ്പിക്കുകയും ചെയ്യത്തില്ല. അതുകൊണ്ട് നല്ല രസമായിരിക്കും ഇവരെ തുറന്ന് വിട്ടാലും. ഇപ്പോൾ അയച്ചുവിടാം. എവിടെ അയച്ചു വിടണ്ടേ? ഇവിടെ വിട്ടാലോ? ഇതിലമ്മഴി കയറി ഇതിലമ്മഴി പോയാലോ? എന്നാൽ വാതിലടച്ചോ. തുറന്നു വിടാൻ വേണ്ടി പോവാണേ. വേറെ ഗ്യാപ്പൊന്നും ഇല്ലല്ലോ അല്ലേ? ഞങ്ങളിത് ടെസ്റ്റ് ചെയ്യുന്ന ഇന്നാണ്. വേറെ എങ്കിലും ഗ്യാപ്പ് ഇല്ലല്ലോ. ഇപ്പൊ തുറന്നു വിട്ടേക്കട്ടെ. ഇറങ്ങിക്കോടാ. എടി മഹാറടി, അവൻ ഇറങ്ങി വരട്ടെ. അവിടെ നിക്ക്. അണ്ണാറക്കണ്ണ വിളിക്ക്. അണ്ണാറക്കണ്ണ വാ, പറ. ഇറങ്ങി വരാൻ പറ. നെറ്റ് എടുത്തോണ്ട് വാ. അണ്ണാറക്കണ്ണൻ പാവ കേട്ടോ. വാടാന്ന് പറ. ഇറങ്ങി വരാൻ പറ.
എൻ്റെ അടുത്തിരിക്കുവാണോ കൊച്ച്? ഉമ്മാർ ഇറങ്ങുന്നില്ല. ഉമ്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും വട്ടം കറി. ഉമ്മാർക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ ഉമ്മാരുടെ കൂടാന്ന്. ഇതുവരെ ഇറങ്ങിയിട്ടില്ല. പിടിക്കണ്ട കേട്ടോ. പാവത്തിന് പിടിക്കണ്ട കേട്ടോ. അപ്പം നെറ്റും എടുത്തിട്ട് വരട്ടെ. പപ്പ എന്തി? ഒരാൾ ഇറങ്ങി കേട്ടോ. വേണ്ട, ഇത് കണ്ടല്ലോ, ഭയങ്കര സ്പേഷ്യസ് ആയിട്ടുള്ള കൂടാണ് ഇവർക്ക്. ഇവന്മാർക്ക് ഈ നെറ്റേ കൂടെ കയറാൻ വേണ്ടി പറ്റത്തില്ല. നമ്മൾ അങ്ങനെ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ക്ലിയർ ഷീറ്റ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവർ അധികം നെറ്റേ കൂടെ നടക്കത്തില്ല. ആട്ടെ, പോവാ, കയറി പോവാ. നോ കേറല്ലേ കുഞ്ഞിപ്പേട്ട, പറഞ്ഞു കൊടുത്തേ. അടി വേണോ? കേറല്ലേ, അടി വേണോ? വേണ്ട, അവന് തൊടണ്ട. അവൻ കേറിക്കോട്ടെ, പാവത്താൻ അവൻ. ഇറങ്ങിക്ക്, താഴെ ഇറങ്ങിക്ക്. പറ, അവനോട് പറ, താഴെ ഇറങ്ങാൻ പറ. വേണ്ട, വേറെ എടുത്ത് മുറിച്ച് നടക്കുമ്പോൾ സൂക്ഷിച്ചോണേ. ഇത് കണ്ടല്ലോ, രണ്ടുപേരെ നമ്മൾ അഴിച്ചു വിട്ടിട്ടുണ്ട്. രണ്ടുപേർക്ക് ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട്. കേട്ടോ, ഓടുന്നുണ്ടേ എന്റെ നേരത്തെ ആടി കിടന്ന് നോക്കുക. ഇവനെന്നെ കാണിക്കുന്നേ. അയ്യോ, അത് ഇത് കണ്ടോ, രണ്ടുപേരും ചുമ്മാ അങ്ങോട്ടും കൂടി ചാടുവാണ്. എന്റെ കാലേ കൂടി ഒക്കെ കയറുന്നത്. അടിയടി അവളെങ്കിൽ മാടിക്ക്. അവൾ നേരത്തെ നിർമ്മിക്കാറും. നല്ല രസമായിട്ട് ഇവന്മാർ ഓടുന്നേ. അപ്പൊ ഈ ഒരു സ്പേസ് ഇത് കണ്ടല്ലോ, നമ്മൾ മാക്സിമം ഇനി നമുക്ക് 9 ഷുഗർ ഗ്ലൈഡർ ഉണ്ട് കേട്ടോ. 9-10 ഉണ്ട്. അപ്പൊ 10 പേര് നമ്മൾ ഇതിനകത്ത് ഫ്രീ ആയിട്ട് അയച്ചുവിടാൻ വേണ്ടി പോവാണ്. അതിനു മുമ്പ് നമ്മൾ കുറെ സംഭവങ്ങൾ ചെയ്യും. അതായത് ഒരു കുഞ്ഞ് ഇവന്മാരുടെ ഒരു എക്കോസിസ്റ്റം, ഞാൻ ഷുഗർ ഗ്ലൈഡറിനെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവന്മാർക്ക് പറ്റിയ ഒരു എക്കോസിസ്റ്റം എന്തുണ്ടാക്കും ഇതിനകത്ത്. ഒരാൾ കാണിക്കുന്നുണ്ടോ? എന്നാ പറഞ്ഞേ? കിളിക്കൂട്ടി ഇതിനകത്ത് കയറിക്ക് പറയാ. അതിനകത്ത് കയറാൻ അടി വേണോ ചോദിച്ച്? അടി വേണോ? വന്ന് കേറിക്കോ. ഇവിടെ വേണ്ടി കേറിക്കോ. ഓടി വന്ന് കേറിക്കോ. ഒരാളിവിടെ വേർത്ത് കുളിച്ചു വിടണം, നല്ല ചൂടാണ്. അപ്പോൾ ഉണ്ടല്ലോ, ഇതിനകത്ത് നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്ന് നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. അതായത് നിങ്ങളുടെ ഒപ്പീനിയൻസ്. ഞാൻ എന്താണെന്ന് പറയാം. ഇതിനകത്തൊരു കുളം കാണും, അതായത് കുഞ്ഞ് ഗപ്പി പോണ്ട് കാണും. ഇതിനകത്ത് ചെറിയ ഗപ്പിക്ക് ഇടാൻ വേണ്ടിയുള്ള പോണ്ട്, കുറേ ചെടികൾ കാണും. പിന്നെ ബാക്കി എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടത് നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യും. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യാണ്. ഇതിൻ്റെ നെക്സ്റ്റ് എപ്പിസോഡ് ഉടനെ തന്നെ നമ്മുടെ ചാനലിൽ വരുന്നതാണ് ഇവിടെ. അപ്പോൾ താങ്ക് യു സോ മച്ച്. എല്ലാവരും ഇവിടെ ഇതിനകത്ത് കത്ത് കിടക്കുവാണ് കേട്ടോ. അടി വേണോ? പിടിക്കണ്ട. പാവ എല്ലാരും കൂടെ വിട്ടേ നല്ല രസമായിരിക്കും. ഇത് കണ്ടോ, ഒരാള് കോരി എടുക്കുന്ന നോക്കിയേ. കേറിക്കളാൻ പറ. കേറടാ, വേഗം കേറിക്കേ. കൂട്ടിക്കൊണ്ടിടാം പറ. കൂട്ടിക്കൊണ്ടിടാൻ പോവാ പറ. എടാ കുഞ്ഞാ വിളിച്ച്. കുഞ്ഞുമറിയും പറഞ്ഞേ, നമ്മുടെ വീട്ടിൽ ഇന്ന് ദുഷ്ടംപുള്ളം വന്നെന്ന് പറഞ്ഞേ. ദുഷ്ടംപുള്ളം വന്നു. ദുഷ്ടംപുള്ളം എന്നാ അറിയോ? ഈ പുള്ളെന്ന് പറയുന്ന സാധനം ഉണ്ട് കേട്ടോ. അപ്പൊ അതുകൊണ്ട് കിളീനെ പിടിക്കും. ഇത് വേണം, മേളിൽ കയറി ഒരുത്തൻ. മേളത്തെ ക്യാപ്പെല്ലാം അടച്ചേക്കും. ഇപ്പൊ ഇറങ്ങിപ്പോയാൽ അറിയാം. കറക്റ്റാന്ന് തോന്നുന്നു. അപ്പൊ എന്തായാലും വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. നെക്സ്റ്റ് എപ്പിസോഡ് പുറകെ വരുന്നതാണേ. ഇല്ലില്ല, അവിടെ നമുക്ക് എല്ലാം അടയ്ക്കാം. ബാ, ഞാൻ ജസ്റ്റ് സൗണ്ട് ചെക്ക് ചെയ്തേക്കെ. ബാ എല്ലാരും ബാ. നമ്മുടെ ഈ കസ്റ്റം ബിൽഡ് ആയിട്ടുള്ള ഫിഷിംഗ് ബോട്ടിൽ സ്റ്റേ ചെയ്യാൻ വേണ്ടി പോവാണ്. ഞാൻ ഒറ്റയ്ക്കാണ്. സോളോ ഫിഷിംഗ് ആണെങ്കിൽ നല്ല AC-യിലോട്ട് കയറാം. ബാ, നിങ്ങൾ ചൂടുവെള്ളത്തിൽ കിടന്ന് മടുത്തില്ലേ? നിങ്ങൾക്ക് എൻ്റെ ഇന്നത്തെ വീട് കാണാം. ഡെക്കാത്തലണിന്ന് ടെൻറ്റ് മേടിച്ച് ടെൻറ്റിനെ ഈ ഒരു രീതിയിൽ നമ്മുടെ ബോട്ടിൻ്റെ മേളിൽ സെറ്റ് വെച്ചിട്ടുണ്ട്. മഴ പെയ്ത് കഴിഞ്ഞാൽ നനയുമെന്ന് ചോദിച്ചാൽ അതിന് വീഴുമ്പോഴേക്ക് വെള്ളം വീണ് നനയുമായിരിക്കാം.